ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡായ വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. രേണുവിൻ്റെ ഇന്നലെ ലാലേട്ടൻ നമുക്കത് കണ്ടപ്പോഴേ നമുക്ക് തോന്നിയായിരുന്നു അതൊരു അസ്വാഭാവികമായിട്ട് എല്ലാവർക്കും വലിയ രീതിയിൽ വീഡിയോ കാണുമ്പോൾ ഒരു അസ്വാഭാവികത തോന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പറയുന്ന ഭാഷ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രേണുസുതി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമാവത്തില്ലായിരുന്നു. ഞാൻ ബിഗ് ബോക്സിൽ പോവുകയാണ്, എനിക്ക് എൻ്റെ ഗെയിം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, അതേ കണക്ക് തന്നെ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഒരു വീഡിയോ രേണുസുതി അവരുടെ ചാനൽ ഇട്ടിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമാവത്തില്ലായിരുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ആ ബിഗ് ബോസിൽ ഇരുന്ന് പറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നത്തുള്ളൂ നമുക്ക്. ഇവിടെ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ കൂടെയുള്ള PR ടീമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടുണ്ടായ കാര്യമാണിത്. രേണു തന്നെ വിചാരിക്കുകയാണ് രേണു എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ലിസ്റ്റ് വരുമെന്ന്. അങ്ങനെ ഓരോ ആഴ്ചത്തെയും വീഡിയോ എടുത്തു വച്ചിട്ടാണ് രേണു പോണത്. ആ രേണു തന്നെ വിചാരിച്ചു എനിക്ക് ഇത്രയും ഹെയ്റ്റ് ഇല്ലേ, ഇനി ബിഗ് ബോസ് വീട്ടിൽ പോകുമ്പോൾ ആ ഹെയ്റ്റ് തന്നെ എനിക്ക് കാണുമെന്നും അപ്പോൾ നോമിനേഷൻ ലിസ്റ്റ് വരുമെന്നും എന്ന് വിചാരിച്ചിട്ടാവാം ഈ 12 ആഴ്ചത്തെയും വീഡിയോ രേണു വിചാരിച്ചാണ് എങ്ങനെ വോട്ട് ചോദിക്കാം. ഇതൊരു വലിയ തന്ത്രമാണല്ലോ. രേണു ചോദിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വന്നിട്ടുണ്ട്, എന്നെയും സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് രേണുസുതി വോട്ട് ചോദിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴേ നമുക്കൊരു അസ്വാഭാവികത തോന്നും. അതാണ് ലാലേട്ടനും പറഞ്ഞത്. ഇതേ കണക്ക് ഓരോ ആഴ്ചയിലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അത് രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് ഫ്ലൈറ്റ് വരെ മിസ്സാവാൻ പോയെന്ന്. ഇതിൻ്റെ അപകടമെന്ന് വെച്ചാൽ, ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുമ്പോൾ അവർ പുറത്ത് നിന്ന് അവർ ഈ ആഴ്ച നോമിനേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് ഷോയുടെ ക്രെഡിബിലിറ്റിയിൽ ബാധിക്കുന്ന ഒരു മെയിൻ കാര്യം തന്നെയാണ്. ആ വിശ്വാസ്യത തന്നെ പോവും. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊരു പണി പാളുന്ന വീഡിയോ തന്നെയാണ്. സോഷ്യൽ മീഡിയ നല്ല കണക്ക് അറിയാവുന്നവർക്ക് മനസ്സിലാവും, പക്ഷേ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അറിയാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട്. PR വർക്കുകൾ എന്തെന്ന് അറിയാത്തവർ, അവർക്കാണ് ഇതൊരു പ്രശ്നമായി തോന്നുന്നത്. ഈ കുട്ടി അകത്ത് നിൽക്കുന്ന ഈ കുട്ടി എങ്ങനെ ഈ വീഡിയോ എടുത്തിട്ടു എന്നൊരു സംശയമുണ്ടാകും. അപ്പോൾ ബിഗ് ബോസിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അതാണ് ലാലേട്ടനും പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ലാലേട്ടൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ താങ്ക് യു. ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.